അങ്ങനെ നമ്മൾ എല്ലാവരും കാത്തിരുന്ന ISRO യുവിക 2025 സെലക്ഷൻ ലിസ്റ്റ് വന്നിട്ടുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത് അതിന്റെ കാര്യങ്ങളെല്ലാം പറഞ്ഞുകൊണ്ടുള്ള മുഴുവൻ ഗൈഡൻസ് വീഡിയോസ് ഒക്കെ നമ്മൾ ചെയ്തിരുന്നു. ആ സമയത്ത് ISRO തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു April 7 ആണ് സെലക്ഷൻ ലിസ്റ്റ് വരിക എന്നുള്ളത്. കറക്റ്റ് ടൈമിൽ തന്നെ സെലക്ഷൻ ലിസ്റ്റ് വന്നിട്ടുണ്ട്. സോ അതെങ്ങനെയാണ് നമുക്ക് അസസ് ചെയ്യാൻ പറ്റുക, അതിൽ നിങ്ങളുടെ നെയിം എങ്ങനെ ചെക്ക് ചെയ്യാൻ പറ്റും തുടങ്ങിയ കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ പറയാം. സോ അവസാനം വരെ കണ്ടിരിക്കാം. അപ്പോൾ വന്നിട്ടുള്ളത് നമ്മുടെ ISROയുടെ തന്നെ വെബ്സൈറ്റിലാണ്. ജസ്റ്റ് നിങ്ങൾ ഗൂഗിളിൽ ISRO സെർച്ച് ചെയ്താൽ വരുന്ന ISROയുടെ മെയിൻ വെബ്സൈറ്റിലോട്ട് പോവാം. isro.gov.in എന്ന് പറയുന്ന മെയിൻ വെബ്സൈറ്റിലോട്ട് പോവാം. എന്നിട്ട് ജസ്റ്റ് താഴോട്ട് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ അതിന് താഴെ ലേറ്റസ്റ്റ് ന്യൂസ് എന്ന് കാണാൻ പറ്റും. ഓക്കെ, ഈ ലേറ്റസ്റ്റ് ന്യൂസിൽ ഫസ്റ്റ് തന്നെ ഉണ്ട് കാണാൻ പറ്റും സെലക്ഷൻ ലിസ്റ്റ് ഓഫ് ഫോർ യുവിക 2025 എന്ന് പറഞ്ഞ് ഫസ്റ്റ് തന്നെ കാണാൻ പറ്റും. അതിന് തൊട്ട് താഴെയുള്ള ഈ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ PDF ആയിക്കൊണ്ട് ആ സെലക്ഷൻ ലിസ്റ്റ് കിട്ടും. ഓക്കെ, അപ്പോൾ ഇതിന്റെ അകത്ത് അക്രോസ് ഇന്ത്യ, ഓൾ ഓവർ ഇന്ത്യ ഏതൊക്കെ സ്റ്റുഡൻസിനെ അതിലോട്ട് സെലക്ട് ചെയ്തിട്ടുണ്ട് എന്ന് കാണാൻ പറ്റും. നിങ്ങൾക്കറിയാം യുവിക പ്രോഗ്രാം ഡിഫറെന്റ് സെന്റേഴ്സിലായിട്ടാണ് ISRO കണ്ടക്ട് ചെയ്യുന്നത്. അപ്പോൾ ടോട്ടലി അറൌണ്ട് 350 സ്റ്റുഡൻസിനാണ്. ജസ്റ്റ് നമ്മൾ താഴോട്ട് പോയി കഴിഞ്ഞാൽ കാണാൻ പറ്റും അറൌണ്ട് 350 സ്റ്റുഡൻസിനാണ് ടോട്ടൽ എന്ത് ചെയ്തിട്ടുള്ളത് ഈ വർഷം സെലക്ഷൻ കൊടുത്തിട്ടുള്ളത്. 350 സ്റ്റുഡൻസിന് അക്രോസ് ഇന്ത്യ. അപ്പോൾ അതിൽ നമുക്ക് എത്ര മലയാളി സ്റ്റുഡൻസ് ഉണ്ട് എന്നുള്ളത് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, നിങ്ങളുടെ നെയിം അതിൻ്റെ അകത്ത് ഉണ്ടോ എന്നുള്ളത് നമുക്ക് നോക്കാം. അറൌണ്ട് 12 സ്റ്റുഡൻസ് ആണ് മലയാളി സ്റ്റുഡൻസ് ആയിട്ട് സെലക്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ അതിൽ എത്ര സ്റ്റുഡൻസ് കേരളത്തിൽ നിന്ന് സെലക്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് ജസ്റ്റ് എന്ത് ചെയ്യാം, നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, യെസ്. ഓക്കെ, സോ ഫസ്റ്റ് വരുന്ന സ്റ്റുഡൻറ് ഇതാ കേരളത്തിൽ നിന്ന് അഫ്ര ഫാത്തിമ F ആണ് ഫസ്റ്റ് ഒരു സ്റ്റുഡൻറ് നമ്മുടെ കേരളത്തിൽ നിന്ന് സെലക്ട് ചെയ്യപ്പെട്ടുള്ള ഒരാൾ. കൺഗ്രാറ്റുലേഷൻസ്. ദെൻ തൊട്ട് താഴെ അടുത്തത് ഹൃദയ H, അടുത്ത ആൾ ഹൃദയ H ആണ്. ദെൻ പാർത്ഥിവ് ശ്രീറാം MC ആണ് അടുത്തതായിട്ട് കേരള സ്റ്റേറ്റിൽ നിന്ന് സെലക്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത്. ദെൻ ഹരിനന്ദൻ PV ഉണ്ട്, ഹരിനന്ദൻ PV. നെക്സ്റ്റ് അടുത്തത് വരുന്നത് ഫാത്തിമ AP ആണ്. ഫാത്തിമ AP കേരള സ്റ്റേറ്റിൽ നിന്ന് സെലക്ട് ചെയ്തിട്ടുള്ള അടുത്ത ആള്. നെക്സ്റ്റിലോട്ട് പോവുകയാണെങ്കിൽ അടുത്തതുള്ളത് അദിത് ശങ്കർ. ഓക്കെ, അദിത് ശങ്കർ ആണ് അടുത്ത് സെലക്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത്. ദെൻ നെക്സ്റ്റ് ശ്രീലക്ഷ്മി B ആണ് അടുത്ത ആൾ വരുന്നത്, ശ്രീലക്ഷ്മി B. ആൻഡ് ദെൻ ഷിഞ്ചന B, അങ്ങനെ തന്നെയാണ് പ്രൊണൗൺസ് ചെയ്യാൻ വിചാരിക്കുന്നു. ഷിഞ്ചന B ആണ് അടുത്ത ആള് കേരളത്തിൽ നിന്ന് സെലക്ട് ചെയ്തിട്ടുള്ള അടുത്ത ആള്. ദെൻ ദേവതീർത്ഥ MP ആണ് അടുത്തൊരു സ്റ്റുഡന്റ് നമ്മുടെ കേരള സ്റ്റേറ്റിൽ നിന്ന് സെലക്ട് ചെയ്തിട്ടുള്ള. ദെൻ നെക്സ്റ്റ് വരുന്നത് വൈഭവ് P പ്രദീപ്, അടുത്ത ആള് വൈഭവ് ആണ്. ദെൻ സെക്കൻഡ് ലാസ്റ്റ് ആയിട്ട് വരുന്നത് ആയിഷ റുഫൈദ P ആണ്. 2 പ്രാവശ്യം റുഫൈദ P വന്നിട്ടുണ്ട്, അത് കൊടുത്തെടുത്തുള്ള മിസ്റ്റേക്ക് ആണെന്ന് എനിക്കറിയില്ല. എനിവേ ആയിഷ റുഫൈദ P ആണ് നെക്സ്റ്റ് ആള്. ആൻഡ് ഫൈനലി കേരള സെക്ടറിൽ നിന്ന് ലാസ്റ്റ് വന്നിട്ടുള്ള ആള് വൈഷ്ണവി S നായർ ആണ് ലാസ്റ്റ് വന്നിട്ടുള്ളത്. ഇതേപോലെ ലക്ഷദ്വീപ് കാറ്റഗറിയിൽ നിന്ന് മറ്റ് യൂണിയൻ ടെറിട്ടറീസിൽ നിന്ന് മറ്റ് സ്റ്റേറ്റുകളിൽ നിന്നുള്ള സ്റ്റുഡൻസിന്റെ എല്ലാവരുടെയും ലിസ്റ്റ് ഇതിനകത്ത് കാണാൻ പറ്റും. ഇൻ കേസ് നിങ്ങളുടെ സ്കൂൾ മറ്റേതെങ്കിലും സ്റ്റേറ്റിലായിരുന്നെങ്കിൽ അവിടെയുള്ള ആ ഒരു സ്റ്റേറ്റ് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇനി കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ഒക്കെ നമ്മൾ ഇനി അങ്ങോട്ട് മുന്നോട്ട് പോകുമ്പോൾ ചെയ്യുന്നതാണ്. അപ്പോൾ ഇത്രയും സ്റ്റുഡൻസ് ആണ് കേരള കേഡറിൽ നിന്ന് സെലക്ട് ചെയ്തിട്ടുള്ളത്. അപ്പൊ ഇനി ഇതിൽ പേരില്ലാത്തവർ വിഷമിക്കേണ്ട ആവശ്യമില്ല. പേരില്ലാത്തവർക്ക് സ്റ്റിൽ ഒരു ഹോപ്പ് ഉണ്ട്. ഇതിന് താഴെ പറയുന്ന ഒരു കാര്യമുണ്ട്, അത് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. ഓക്കെ, താഴെ ഒരു നോട്ട് പറയുന്നുണ്ട്, സെലക്ടഡ് പാർട്ടിസിപ്പൻസ് ആർ റിക്വസ്റ്റഡ് ടു ചെക്ക് ദെയർ രജിസ്റ്റേർഡ് ഇമെയിൽ ആൻഡ് ഓൾസോ ലോഗിൻ അറ്റ് യുവിക വെബ് പോർട്ടൽ. ഈ ഒരു വെബ് പോർട്ടൽ നമ്മൾ മുന്നേ കണ്ടതാണ്. ISROയുടെ കാര്യങ്ങൾ, യുവിക പ്രോഗ്രാമിന്റെ കാര്യങ്ങൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഈ പോർട്ടൽ ഓൾറെഡി കണ്ടിട്ടുണ്ട്. അത് ലോഗിൻ ചെയ്യാനുള്ള ക്രെഡൻഷ്യൽസ് നിങ്ങളുടെ കയ്യിലുണ്ട്, അത് വെച്ച് നിങ്ങൾ ലോഗിൻ ചെയ്യാണ് വേണ്ടത്. എന്നിട്ട് പറയുന്നത് ആൻഡ് സബ്മിറ്റ് ദെയർ അക്സെപ്റ്റൻസ് on or before April 10, 2025 17:30 hours. April 10 മുന്നേ ആയിട്ട് നിങ്ങളുടെ അക്സെപ്റ്റൻസ് നിങ്ങൾ അവിടെ കൊടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നിങ്ങളത് അക്സെപ്റ്റ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്താ സംഭവിക്കുക, അത് അടുത്തതിൽ പറയുന്നുണ്ട്. ഇഫ് നോ റെസ്പോൺസ് ഈസ് സബ്മിറ്റഡ് ബൈ പാർട്ടിസിപ്പന്റ് ടിൽ April 10, 2025 17:30 hours, then seat will be allotted to waitlisted students and no further communication will be entertained. ഞാൻ നേരത്തെ പറഞ്ഞു, ഈ ലിസ്റ്റിൽ വരാത്ത സ്റ്റുഡൻസ് ഉണ്ടെങ്കിൽ അവർക്ക് സ്റ്റിൽ ഒരു ഹോപ്പ് ഉണ്ട്. നിങ്ങളൊരു പക്ഷേ തൊട്ട് താഴെയുള്ള വെയിറ്റിംഗ് ലിസ്റ്റിലായിരിക്കും. ഈ ഒരു 350 സ്റ്റുഡൻസിൽ ഏതെങ്കിലും സ്റ്റുഡൻസ് വരുന്നില്ല എന്നുള്ളൊരു ഡിസിഷൻ എടുത്താൽ, ഓഫ് കോഴ്സ് 350 സ്റ്റുഡൻസിൽ കുറച്ച് പേര് എന്തായാലും വരാതിരിക്കാനുള്ള ചാൻസ് ഉണ്ട്. കാരണം പല സിറ്റുവേഷൻസിലൂടെ പോകുന്നവരുണ്ടാവും, എന്തെങ്കിലുമൊക്കെ ഡിഫിക്കൽട്ടീസ് ഉള്ളവർ എന്തായാലും ഉണ്ടാവും. അതുകൊണ്ട് തന്നെ അവർ വരുന്നില്ല എന്നുള്ള രീതിയിൽ അവരെ അക്സെപ്റ്റൻസ് എടുത്തിട്ടില്ലെങ്കിൽ സ്വാഭാവികമായിട്ടും തൊട്ട് താഴെയുള്ള വെയിറ്റിംഗ് ലിസ്റ്റിലുള്ളവർക്ക് അതിലോട്ട് കയറാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ട്. മേ ബി നമുക്കൊരു ഓപ്പർച്യൂണിറ്റി ഉണ്ടാവാം, അത് 100% ഉണ്ടാവും നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷെ സ്റ്റിൽ നമുക്കൊരു ഹോപ്പിനുള്ള ഒരു ചാൻസ് അവിടെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ വെയിറ്റിംഗ് ലിസ്റ്റിലാണെങ്കിൽ ആവാം നിങ്ങൾ അതുകൊണ്ട് ഇത് കണ്ടിട്ട് ഡെസ്പ് ആവേണ്ട ആവശ്യമൊന്നുമില്ല. എൻ്റെ പേര് വന്നില്ലല്ലോ, ഞാൻ ഈ കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് എനിക്ക് സെലക്ഷൻ കിട്ടിയില്ലല്ലോ എന്നൊന്നും വിചാരിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് അവിടെ സ്റ്റിൽ ഒരു ചാൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ ഈ ഒരു ലിസ്റ്റ് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാം. ഞാനിപ്പോൾ പറഞ്ഞ പോലെ ലിങ്ക് നമ്മൾ ജസ്റ്റ് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. കൂടാതെ ഇതിലുള്ള ഈ 12 സ്റ്റുഡൻസും അതുപോലെ നമ്മുടെ ഈ ഒരു കമ്മ്യൂണിറ്റിയിലുള്ള മറ്റേതെങ്കിലും സ്റ്റേറ്റിലുള്ള സ്റ്റുഡൻസിനും നമ്മുടെ ഈ ഒരു സെലക്ഷൻ കിട്ടിയിട്ടുണ്ടെങ്കിൽ, യുവികയുടെ സെലക്ഷൻ കിട്ടിയിട്ടുണ്ടെങ്കിൽ
നിങ്ങൾക്ക് താഴെയുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഈ നെക്സ്റ്റ് ലെവൽ നിങ്ങൾക്കുള്ള ഗൈഡൻസും കാര്യങ്ങളും അതിൻ്റെ കമ്മ്യൂണിറ്റിയിലോട്ടൊക്കെ നമുക്ക് നിങ്ങൾ ആഡ് ചെയ്യുന്നതാണ്. ഇനിയും ഇതിന് ഒരുപാട് പ്രൊസീജിയേഴ്സ് ഉണ്ട്. സോ ആ കാര്യങ്ങളൊക്കെ കുറച്ചുകൂടി സ്മൂത്ത് ആക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ അസിസ്റ്റൻസും നമ്മൾ തരും. അപ്പോൾ ഇതിൽ സെലക്ടഡ് ആയിട്ടുള്ള സ്റ്റുഡൻസ്, ഈ ലിസ്റ്റിലുള്ള സ്റ്റുഡൻസ് നിങ്ങൾക്ക് താഴെയുള്ള നമ്പറിൽ നമ്മളെ കോൺടാക്ട് ചെയ്യാം. അത് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ബാക്കിയുള്ള ഫർദർ കാര്യങ്ങളിലൊക്കെ ഡിസ്കഷനും കാര്യങ്ങളൊക്കെ ആകാവുന്നതാണ്. അപ്പോൾ ഇതിൽ തൊട്ട് താഴെയുള്ളവരുണ്ടെങ്കിൽ ഇപ്പോഴും ഒന്ന് ഡിമോട്ടിവേറ്റ് ആവരുത്. ഞാൻ വീണ്ടും പറയുന്നു, നമുക്ക് ഇനിയും ഒരു സ്കോപ്പ് കൂടി ഉണ്ട്. ഓക്കെ, ഇനി കൂടുതൽ എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ വീഡിയോയുടെ കമന്റ് ബോക്സിൽ ചോദിക്കാം. നമ്മൾ അടുത്ത വീഡിയോസിലായിട്ട് പറയുന്നതാണ്. ഓക്കെ, താങ്ക് യു.